شرفهم وفضلا على فضلهم وكرامة تليق بعظيم شأنهم. اللهم انفعنا بعلومهم وأمدنا بمددهم. اللهم احمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين. اللهم بحقهم وبجاههم لديك يسر أسيرنا وسهل أمورنا واقض حوائجنا وأد ديوننا واشف أمراضنا شفاء تاما لا يغادر سقما ولا ألما. اللهم بحقهم وبجاههم لديك يسر أسيرنا وسهل أمورنا. اللهم رب زدنا علما وحلما وفهما وعقلا وأدبا وإيمانا كاملا. ربنا عليك توكلنا وإليك نبنا وإليك المصير. اللهم بارك لنا في رجب وشعبان. اللهم بلغنا رمضان. اللهم وفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. سيدنا محمد الحمد لله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ നമുക്കേറെ സുപരിചിതനായ ഉസ്താദ് ഷൗക്കറി മൗലവി വെള്ളമുണ്ട, പ്രിയപ്പെട്ട കാരണവന്മാരെ, ഉസ്താദുമാരെ, സഹോദര സഹോദരിമാരെ, SKSSFിന്റെയും SKSBVയുടെയും തണ്ടപ്പറമ്പ് ശാഖയുടെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, തണ്ടപ്പറമ്പ് ശാഖ കമ്മിറ്റി സംഘടിപ്പിച്ച തംബീഹ് 2015 സമാപന ദിവസമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. സമാപന മുഖ്യപ്രഭാഷണം നടത്തുന്ന ഉസ്താദ് അവറുകൾ വളരെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്നു. ഏതാനും സമയങ്ങൾക്കകം ദിക്ർ ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്ന സയ്യിദ് നജ്മുദ്ദീൻ പൂക്കോയ തങ്ങൾ അൽ-യമാനി അവറുകൾ ഇവിടെ എത്തിച്ചേരുകയാണ്. പുറത്തു നിൽക്കുന്ന എല്ലാ മാന്യ സഹോദരന്മാരും ഈ മഹത്തായ മജ്ലിസിലേക്ക്, പുണ്യങ്ങൾ പൂത്തു നിൽക്കുന്ന ഈ നഗരിയിലേക്ക് കടന്നു വരണമെന്ന് വളരെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഒരുപാട് സഹോദരന്മാർ പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പരിപാടിയുടെ സമാപനം നമ്മൾ ഒരുപാട് സമയം പ്രാർത്ഥനകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുകയാണ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. എല്ലാവരും ഈ പരിപാടിയുടെ വിജയത്തിന് എല്ലാവരും അവസാനം വരെ ആത്മാർത്ഥമായി സഹകരിക്കണമെന്നും എല്ലാവിധ പ്രോത്സാഹനവും വിദ്യാർത്ഥികൾക്ക് ചെയ്തു കൊടുക്കണമെന്നും പരിപാടിയുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ചെയ്തു കൊടുക്കണമെന്നും സാന്ദർഭികമായി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം ആസ്വദിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കാൻ സ്നേഹബഹുമാനം നിറഞ്ഞ ഷൗക്കത്ത് അലി ഉസ്താദ് അവറുകളെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله
نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد إليك يا رب قد وجهت حاجاتي وجئت بابك يا ربي برغباتي اقض الحوائج ربي فلست أرى يا ربي من قاض لحاجاتي سهل أموري واختمها بمنقلبي بعد الممات إلى رضوان جناتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين أخر الله نفسا إذا جاء أجلها والله خبير بما تعملون صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള ഏറ്റവും ബഹുമാനമുള്ള നേതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ കാരണവന്മാരെ, രക്ഷകളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവലോക രക്ഷിതാവായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വളരെ പവിത്രതയുള്ള ഇൽമിന്റെ മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമുക്ക് വേണ്ടപ്പെട്ട സർവരുടെയും ബർസഖിയായ ലോകം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മയും അവരെയും അവന്റെ വിശാലമായ സ്വർഗലോകത്തിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ.
എന്നാദ്യമായി ദുആ ചെയ്യുകയാണ്. തണ്ടപ്പറമ്പ് ശാഖ SKSF സംഘടിപ്പിക്കുന്ന തൻബീഹ് എന്ന മതവിജ്ഞാന സദസ്സിന്റെ സമാപന വേദിയിലാണ് നാം നിലകൊള്ളുന്നത്. ഈ സദസ്സിന് ഒരുപാട് പ്രാധാന്യം ഒരുപക്ഷെ കല്ലിന് പോലും ഇത്ര ഉറപ്പുണ്ടാവൂല. കല്ലിനേക്കാൾ ഉറച്ചുപോയി നിങ്ങളുടെ ഹൃദയം. ചിന്തിക്കൂ നിങ്ങൾ, നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളും ഈ ആയത്തും നമ്മളൊന്ന് കൂട്ടിവായിക്ക്. കല്ലിനേക്കാൾ കടുത്തുപോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറയുന്നത് കല്ലിന്റെ 3 ഗുണങ്ങളാണ്. കല്ലിനേക്കാൾ കടുത്തു എന്ന് പറയണമെങ്കിൽ ഈ കല്ലിന് എന്തെങ്കിലും ഒരു മയമുണ്ടാവണ്ടേ? അതാണ് പിന്നെ 3 ഗുണങ്ങളാണ് കല്ലിന്റെ 3 ഗുണങ്ങൾ. ഒന്ന്, വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന കേരളത്തിലെ ഏതൊരു നദിയുടെയും ഉത്ഭവം നമ്മൾ പരിശോധിച്ചാൽ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്, പാറക്കെട്ടുകളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. അല്ലാഹ് പറയുന്നു വഇന്ന മിനൽ ഹിജാറ, കല്ലുകളുടെ കൂട്ടത്തിൽ ചില കല്ലുകൾ കാണാം. ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അവയിൽ നിന്നാണ് നദികൾ പൊട്ടിയൊലിക്കുന്നതെന്ന് പരിശുദ്ധ ഖുർആൻ. നദികൾ പൊട്ടിയൊലിക്കുന്നത് പാറക്കല്ലിൽ നിന്നാണ്. ഇന്ന് തണ്ടപ്പറമ്പിൽ വാദം പറഞ്ഞ് ഞാൻ വെള്ളമുണ്ടയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇന്നെന്നല്ല എന്നും ഞാൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മലയടിവാരത്ത് നിന്ന് വാഹനം മുകളിലേക്ക് കയറുമ്പോ വെള്ളം കാഞ്ഞ് വരങ്ങിയ ചെടികൾ കാണാം നമ്മൾക്ക്. എന്നാൽ മേലെ എത്തിയാലോ കരിമ്പാറക്കൂട്ടങ്ങളാണ്. കൊല്ലം 365 ദിവസവും ഇടതടവില്ലാതെ പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊഴുകുന്നത് കാണാം. അല്ലാഹു പറയുന്നു, ചിന്തിക്കു കൂട്ടരെ, പാറക്കല്ലിന് പോലും അലിവുണ്ട്. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ തങ്ങളുടെ തഫ്സീറിൽ കാണാം, കല്ലിൽ നിന്ന് നദികൾ ഉത്ഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കസറത്തുൽ ബുക്കാ, വമ്പിച്ച കരച്ചിൽ എന്നാണ് അതിനർത്ഥം. കല്ലുകൾ കരയുകയാണ്. ആ പാറപ്പുറത്ത് കയറിയിരുന്ന് കടല കുറിക്കുന്ന കാമുകനും കാമുകിയും അറിയുമോ? അവർ കയറിയിരുന്ന കല്ല് അള്ളാഹുവിനെ പേടിച്ച് കരയുകയാണെന്ന സത്യം. അരയിൽ തിരികെ വെച്ച കുപ്പി പൊട്ടിച്ച് ചിയേഴ്സ് പറയുന്ന കള്ളുകുടിയൻ അറിയുമോ? അവർ കയറിയിരിക്കുന്ന കല്ല് കരയുകയാണെന്ന സത്യം. അള്ളാഹു പറയുന്നു കല്ലുകളുടെ കരച്ചിലാണ് കല്ലിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന നദികളെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ എല്ലാ കല്ലിൽ നിന്നും നദികൾ ഉത്ഭവിക്കണമെന്നില്ല. വഇന്ന മിൻഹാ, കല്ലുകളുടെ കൂട്ടത്തിൽ ചില കല്ലുകൾ കാണാം. ലമാ യശഖഖു, അവയൊന്ന് പിളർത്തിയാൽ ഫയഖ്റുജു മിൻഹുൽ മാ, അതിൽ നിന്ന് വെള്ളം പുറത്തു ചാടുന്നത് കാണാം. തണ്ടപ്പറമ്പിലെ ഒരു സഹോദരൻ കിണർ കുഴിക്കാൻ ശ്രമം നടത്തിയപ്പോ അവിടെ ഒക്കെ പാറയാണ്. ഒടുവിൽ യന്ത്രത്തിന്റെ സഹായത്തോടെ അയാൾ ഒരു കുഴൽക്കിണർ കുഴിക്കാമെന്ന് വിചാരിച്ചു. ഭൂമി തുരന്നങ്ങ് ചെന്ന് കുറെ ചെല്ലുമ്പോ ഫയഖ്റുജു മിൻഹുൽ മാ, അതിൽ നിന്ന് വെള്ളം പുറത്തു ചാടുന്നത് കാണാം. ഇബ്നു കസീർ തങ്ങളുടെ തഫ്സീറിൽ പറയുന്നു ഖലീലുൽ ബുക്കാ, അത് ചെറിയ കരച്ചിലാണ്, കല്ലിന്റെ ചെറിയ കരച്ചിലാണത്. അവസാനം ഖുർആൻ പറയുന്നു ഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്, വേറെ ചില കല്ലുകൾ യഹ്ബിതു, ഉരുണ്ടിങ്ങി വീഴുന്നുണ്ട്. എന്തുകൊണ്ടാണ് കല്ല് ഉരുണ്ട് വീണത്? മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ പേടിച്ചിട്ട് കല്ലുകൾ നിന്ന സ്ഥലത്ത് നിന്ന് ഉരുണ്ട് താഴോട്ട് വീഴാറുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഖുർആൻ പറയുന്നു നിങ്ങൾ പലരുടെയും ഹൃദയം പാറയേക്കാൾ ഉറച്ചുപോയി, കല്ലിനിത്ര കാഠിന്യമില്ല. കട്ടപ്പനയിലെ ഷഫീഖ് എന്ന് പറയുന്ന കുഞ്ഞുമോന്റെ നട്ടെല്ല് തകർന്നു പോയത്, സ്പൈനൽ കോഡിന് ക്ഷതമേറ്റത്, തലച്ചോറിന് തകരാറ് സംഭവിച്ചത് ബാപ്പയെന്ന് വിളിച്ചിരുന്ന മനുഷ്യൻ തല്ലിയപ്പോഴാണല്ലോ.
തന്റെ ഇളയുമ്മ പിടിച്ചുകൊടുത്തിട്ട് ബാപ്പ ക്രൂരമർദ്ദനം നടത്തിയപ്പോഴല്ലേ ഷഫീഖ് എന്ന് പറയുന്ന കുഞ്ഞുമോൻ നിവർന്നു നിൽക്കാൻ സാധിക്കാതെ നൊമ്പരപ്പെട്ടത്? കറാച്ചിയിലെ സൈനിക സ്കൂളിൽ കുഞ്ഞുമക്കളെ നിരത്തി നിർത്തിയിട്ട് മാലപ്പടക്കത്തിന് തീ കൊടുക്കും പോലെ ഓരോ പലയുമിലേക്ക് വെടിയുതിർക്കാൻ മനുഷ്യന്മാർക്ക് സാധിച്ചത് ഹൃദയങ്ങൾ മരിച്ചുപോയത് കൊണ്ടല്ലാതെ വേറെ എന്തുകൊണ്ടാണ്? ഹൃദയങ്ങൾ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്സാപ്പിനും ഫേസ്ബുക്കിനുമൊക്കെ സമർപ്പിക്കപ്പെട്ട ഹൃദയം, ആധുനിക മീഡിയകൾക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ട ഹൃദയം. അതുകൊണ്ട് കൂട്ടരെ, തഖ്വയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വിജയമാണ്. ഓരോരുത്തരും നമ്മൾക്ക് നൽകേണ്ട മെസ്സേജ്. ഇസ്രായേല്യരുടെ തകർച്ച ഞാൻ പറഞ്ഞു, ഹൃദയത്തിന്റെ തകർച്ചയാണ്. നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ തസ്കിയത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. അവിടുത്തെ പ്രത്യേകത തന്നെ പരിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ പറയുന്നുണ്ട്. വയുസക്കീഹിം അവരെ സംസ്കരിച്ചെടുക്കുന്ന നേതാവ്, തന്റെ അനുയായികളെ സംസ്കരിച്ചിങ്ങെടുത്ത നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ആ റസൂലുള്ളാന്റെ വഅദ് കേട്ടിട്ട് നന്നാവാത്ത കുറച്ച് ആളുകൾ മക്കത്തുണ്ടായിരുന്നല്ലോ. അബൂജഹലിന് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ലോ, ഉത്ബത്തിനും ശൈബത്തിനും പറഞ്ഞാൽ മനസ്സിലാവാഞ്ഞിട്ടല്ലോ, അബൂലഹബിന് വിവരം കുറഞ്ഞിട്ടല്ലോ. എന്തേ അവര് നന്നാവാതെ പോയത്? അതിന്റെ കാരണവും സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ കാണാം. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം അഅൻദർതഹും ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. ഇന്നല്ലദീന കഫറു, തീർച്ചയായും കുഫ്ർ സംഭവിച്ചു പോയ ആളുകൾ, സവാഉൻ അലൈഹിം അഅർതഹു, അങ്ങവർക്ക് മുന്നറിയിപ്പ് കൊടുത്താലും സമം നബിയെ, അം ലം തുൻദിറുഹും, ഇനി മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിലും സമം. അവര് നന്നാവൂല നബിയെ, അവർ വിശ്വസിക്കൂല. കാരണം ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മേൽ അല്ലാഹു സീൽ വെച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ മക്കയിലെ അഹ്ലുൽ കുഫറിന് സംഭവിച്ച ദുരന്തവും ഹൃദയത്തിനേറ്റ ദുരന്തമാണ്. ഏത് സമൂഹത്തെ പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇനിയോ മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നപ്പോഴോ ആരാണ് അൻസാരികൾ? മഹാന്മാരല്ലേ അൻസാരികൾ, ഉദാരമതികളല്ലേ അൻസാരികൾ, ദാനധർമ്മങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരല്ലേ അൻസാരികൾ. ആ അൻസാരികൾ ഈ നന്മകളൊക്കെ ചെയ്യുമ്പോ അവർക്കിടയിൽ തുരങ്കം പണി നടത്തിയ കുറച്ച് കക്ഷികളുണ്ടായിരുന്നല്ലോ ചരിത്രത്തിൽ. അവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മുനാഫിഖീങ്ങൾ എന്ന പേരിലാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാരോപണം വരെ നടത്താൻ സാധിച്ച ചില കക്ഷികൾ മദീനത്തുണ്ടായിരുന്നല്ലോ. എന്തേ അവര് നന്നാവാത്തതെന്താ? ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ കൂട്ടി വായിക്ക്. ഞാൻ മക്കാ മുശ്രിക്കുകളുടെ തകർച്ചയുടെ കഥ പറഞ്ഞു, ബനു ഇസ്രായേല്യരുടെ തകർച്ചയുടെ കഥ പറഞ്ഞു. ഈ മുനാഫിഖീങ്ങളുടെ തകർച്ചയുടെ കാരണം ഖുർആൻ പറയുന്നു. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽയൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദാ. വളരെ ശ്രദ്ധേയമാണ്. വമിനന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ സ്വഭാവം? യഖൂലു ആമന്നാ ബില്ലാഹ്, അവർ നാവ് കൊണ്ട് പറയുന്നുണ്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ വമാഹും ബിമുഅ്മിനീൻ, യഥാർത്ഥത്തിൽ അവർ വിശ്വസിച്ചവരല്ല. നാവ് കൊണ്ടിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവർ വിശ്വസിച്ചവരല്ല. പിന്നെ എന്തേ അവർക്ക് സംഭവിച്ചു പോയത്? അവർക്ക് സംഭവിച്ചു പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങൾ രോഗമുണ്ടായി.
ആ രോഗമാണ് അവരെ തകർത്തു കളഞ്ഞത്. ഫസാദഹുമുല്ലാഹു മറളാ. അങ്ങനെ അള്ളാഹു അവരുടെ രോഗമങ്ങ് വർദ്ധിപ്പിച്ചപ്പോൾ നന്മയുടെ കിരണങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് അമിച്ചപ്പോഴാണല്ലോ അവർക്ക് വൃത്തികേടിന്റെ കുളം തോണ്ടാൻ സാധ്യമായത്. അപ്പോഴാണല്ലോ. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവനുള്ള ഒരു ഖൽബ്, ചിന്തിക്കുന്ന വർക്കൗട്ടാവുന്ന ഒരു ഹൃദയം, അതാണ് ഒരു മനുഷ്യന് വേണ്ടത്. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല നമ്മളോട്, ലോകത്തുള്ള അഹങ്കാരികളോടൊക്കെ പറയുന്നത് അതാണ്. കിബർ കൊണ്ട് കണ്ണ് കാണാതായി പോയ മനുഷ്യരോട് അല്ലാഹു ആവശ്യപ്പെടുന്നു, അഫലം യസീറൂ ഫിൽ അർള് ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനുൻ യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാറു വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. അഫലം യസീറൂ, എന്തുകൊണ്ടവർ സഞ്ചരിച്ചില്ല? ഫിൽ അർള്, ഭൂമിയിൽ എന്തുകൊണ്ടവർ സഞ്ചരിച്ചില്ല? താനുണ്ടാക്കിയ കൊട്ടാരത്തിന്റെ കോലായിലിരുന്ന് വലിപ്പത്തരം പറയുന്ന മനുഷ്യൻ എന്തുകൊണ്ട് ഈ ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിച്ചില്ല? ഈ പച്ചയായ ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിക്കട്ടെ. ഊട്ടിയിലെ ബോട്ടാണിക്കൽ ഗാർഡനിലേക്ക് മാത്രമല്ല, എറണാകുളത്തെ അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് മാത്രമല്ല, ബാംഗ്ലൂരിലെ വാട്ടർ തീം പാർക്കിലേക്ക് മാത്രമല്ല, ഈ പച്ചയായ മണ്ണിലൂടെ ഒന്ന് സഞ്ചരിക്കടി പെണ്ണേ, ഒന്ന് സഞ്ചരിക്കുമോനെ. അങ്ങനെ സഞ്ചരിച്ചാൽ നിനക്ക് ലഭിക്കുന്നത് ഫതകൂന ലഹും ബിഹാ, ദുരന്തം ബാക്കിയാക്കിയ, ഭൂകമ്പം വിതച്ച ആ കാഠ്മണ്ഡുവിന്റെ മണ്ണിലൂടെ ശവശരീരങ്ങൾ കൂമ്പാരമായി കിടക്കുന്ന ആ മണ്ണിലൂടെ ഒന്ന് സഞ്ചരിക്ക്. അവിടെ ബാക്കിയായ ദുരന്തത്തിന്റെ കഥകൾ ഒന്ന് അയവിറക്ക്. കടലോരത്ത് ചെറ്റ കുത്തിക്കെട്ടിയിട്ട് രാവിലെ വള്ളം തുഴഞ്ഞ് വലയും വീശി കടലിൽ പോയി വൈകുന്നേരം വലയിൽ കുടുങ്ങിയ 4 മത്സ്യം വിറ്റിട്ട് അരി വാങ്ങാൻ പോകുന്ന മുക്കുവ കുടുംബത്തിന്റെ നൊമ്പരത്തിന്റെ അരികിലൂടെ ഒന്ന് സഞ്ചരിക്ക്. ഏതോ ഒരാതുരാലയത്തിലെ ക്യാൻസർ പിടിച്ച് അന്നനാളത്തിന്, മലദ്വാരത്തിന്, വൻകുടലിന്, ചെറുകുടലിന്, തലച്ചോറിന്, ബ്ലഡിനൊക്കെ ക്യാൻസർ വന്നിട്ട് മരണം കാത്തു കഴിയുന്ന ക്യാൻസർ രോഗിയുടെ ജീർണിച്ച ശരീരത്തിന്റെ ഒന്ന് യാത്ര ചെയ്യ. അങ്ങനെ യാത്ര ചെയ്താൽ ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ, നിങ്ങൾക്ക് ചിന്തിക്കുന്ന ഒരു ഹൃദയം കിട്ടും. എത്ര മനോഹരമാണ്! ചിന്തിക്കുന്ന ഒരു ഖൽബ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. കുളത്തിലെ തവളക്ക് ലോകം ആ കുളം മാത്രമാണ്, അതിന്റെ അപ്പുറത്തെ ലോകം കുളത്തിനറിയില്ല. അതുകൊണ്ട് അഹങ്കാരത്തിന്റെ കുപ്പായം തനിക്ക് ചേരുമോ എന്ന് 100 വട്ടം കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യനോട് അല്ല പറയുന്നു, ഈ കുപ്പായമൊന്ന് അഴിച്ചു വെച്ചിട്ട് ഈ ഭൂമി. ആരോ വായിച്ച് വലിച്ചെറിഞ്ഞ ന്യൂസ് പേപ്പർ മെത്തയും തന്റെ ഒരു കൈ തലയണയും ഉടുമുണ്ട് പുതപ്പുമാക്കിയിട്ട് കിടന്നുറങ്ങുന്ന നേരം വെളുക്കുവോളം ഒരു കൈകൊണ്ട് ഈച്ചയെയും കൊതുകിനെയുമാട്ടുന്ന പാവപ്പെട്ട തെരുവിന്റെ മക്കളുടെ അരികിലൂടെ ഒന്ന് സഞ്ചരിക്കടോ. അപ്പ മനസ്സിലാവും ഞാൻ ഒന്നുമല്ലെന്ന്. അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാത് നിങ്ങൾക്കുണ്ടാവും. ഇന്നിപ്പോ വയലുകൾ എത്രയാ നടക്കുന്നത്? വയല് കഴിയുമ്പോ വയല് പറഞ്ഞ ആൾക്ക് മാർക്കിട്ടിട്ട് നമ്മൾ പിരിഞ്ഞു പോവുകയാണ്. അള്ളാഹു പറയുന്നത് കേൾക്കാൻ പറ്റുന്ന ഒരു കാത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന് സഞ്ചരിക്ക്. എന്നാ ചിന്തിക്കുന്ന വർക്കൗട്ടാവുന്ന ഒരു ഖൽബ് കിട്ടും, ചിന്തിക്കുന്ന ഒരു ഖൽബ് കിട്ടും, കേൾക്കേണ്ടത് കേൾക്കുന്ന ഒരു കാത് കിട്ടും. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫഇന്ന, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണമെന്നറിയോ? ലാ തഅമൽ അബ്സാർ, കണ്ണിന്റെ കാഴ്ചയല്ലടോ നഷ്ടപ്പെടുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടാൽ തന്റെ ഭാര്യയോട് പറയാം, എടീ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോവണമെന്ന്. അവൾ നിന്റെ കൈ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി തരും. അല്ലെങ്കിൽ റോഡ് മുറിച്ചു കടക്കാൻ നീ ഇങ്ങനെ പ്രയാസപ്പെടുമ്പോ ആരെങ്കിലും ഒരാൾ നിന്റെ കൈ പിടിച്ചിട്ട് അക്കരെ കടത്തിത്തരും. എന്നാലോ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ, നെഞ്ചിനുള്ളിലുള്ള ഖൽബിന്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അവനെ കൊണ്ട് എന്ത് കാര്യമാണിവിടെ?
ആ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണല്ലോ അരികിൽ കിടന്നുറങ്ങുന്നത് സ്വന്തം മകളാണെന്ന് ഒരു ബാപ്പ മറന്നുപോയത്. കണ്ണിന്റെ കാഴ്ച പോയത് കൊണ്ടല്ല, ഖൽബിന്റെ കാഴ്ച പോയത് കൊണ്ടാണ്. അപ്പോഴാണല്ലോ ഉടപ്പറപ്പിനെ കൊല്ലാനും ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടിയിട്ട് കുടുംബം തകിടം മറിക്കാനുമൊക്കെ മനുഷ്യന് സാധ്യമാവുന്നത്. അപ്പോഴാണല്ലോ ആരാന്റെ മുതൽ വെട്ടി വിഴുങ്ങുന്നതിൽ ആനന്ദം കണ്ടെത്താൻ മനുഷ്യന് സാധിക്കുന്നത്. ഖൽബിന്റെ കാഴ്ച അങ്ങ് ഓഫായി പോകുമ്പോഴാണ്. അതുകൊണ്ട് തഖ്വ ഇവിടെയാകുന്നു. തഖ്വ ഈ ഉടയാടകളിലല്ല, തഖ്വ ഈ ജാടകളിലല്ല. തഖ്വ നിലകൊള്ളുന്നത് ഹൃദയത്തിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണം. എന്താ നമ്മുടെ ലക്ഷ്യം? വളരെ വലിയ ഒരു ലക്ഷ്യം നമ്മൾക്കിവിടെ ബാക്കി കിടപ്പുണ്ട്. എന്താ നമ്മുടെ ലക്ഷ്യം? ദുനിയാവിലെ അല്ലറ ചില്ലറ സുഖ സൗകര്യങ്ങളല്ല. അല്ലെങ്കിലും ഈ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇത് വളരെ നിസ്സാരമാണെന്ന് പറയുന്നുണ്ട്. ഒരിടത്ത് പറയുന്നുണ്ട്, ഖുൽ നബിയേ, തങ്ങൾ പറയണം, മതാഉദ് ദുനിയാ ഖലീൽ. ഈ ഭൗതിക ലോകത്തെ സുഖ സൗകര്യങ്ങൾ വളരെ നിസ്സാരമാണെന്ന് പറയണം നബിയെ. അള്ളാഹുവിന്റെ റസൂൽ അത് പറഞ്ഞു തന്നു എന്ന് മാത്രമല്ല, നിരവധി ഉദാഹരണങ്ങളിലൂടെ അത് നമ്മൾക്ക് അവിടെ നിന്ന് തെളിയിച്ചു തന്നു. നമുക്കൊരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. സഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു ഹദീസ്. وعن جابر رضي الله عنه أن رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ മറ ബിസ്സൂഖ്, ഒരു സൂഖിലൂടെ, സഹീഹിലെ 2957 ഹദീസാണ്. മറ ബിസ്സൂഖ്, ഒരു സൂഖിലൂടെ നടന്നുപോയി. ജനങ്ങളൊക്കെ രണ്ട് ഭാഗത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. സൂക്ക് എന്ന് പറഞ്ഞാൽ ഒരു അങ്ങാടിയെന്നോ ഒരു കവലയെന്നോ ഒരു ചന്തയെന്നോ ഒക്കെ അർത്ഥം പറയാം നമ്മൾക്ക്. അങ്ങനത്തെ ഒരു ചന്തയിലൂടെ അവിടെ നിന്ന് നടക്കുന്നു. ഫമറ, യാദൃശ്ചികമായി അവിടെ നിന്ന് നടക്കുന്നു. ബിജദീൻ, ഒരാട്ടിൻകുട്ടിയുടെ അരികിലൂന്നു. ഒരാട്ടിൻകുട്ടി. എങ്ങനത്തെ ആട്ടിൻകുട്ടിയാണ്? അസക്കായ കുഞ്ഞിച്ചെവിയുള്ള, ചെവി മുറിഞ്ഞുപോയ ഒരാട്ടിൻകുട്ടിയുടെ അരികിലൂടെ അവിടെ നിന്ന് നടക്കുന്നു. പിന്നെയോ മയ്യിത്തിൻ, ആ ആട് ചത്തുകിടക്കുകയാണ്. ചുരുക്കത്തിൽ ആരും ശ്രദ്ധിക്കാത്ത, ചെവി മുറിഞ്ഞുപോയ ഒരാട്ടിന്തയിൽ ചത്തുകിടക്കുന്നുണ്ട്. അതിന്റെ അരികിലൂടെ നടന്നപ്പോ അവിടത്തേക്കൊരുപായം തോന്നി. തന്റെ ഖൗമിന് ഒരു ഇൽമു പറഞ്ഞു കൊടുക്കാൻ ഈ ഉദാഹരണം പറ്റുമല്ലോ. ഫാഖദ ബിഉദ്നിഹി, അവിടുന്ന് ആ ആട്ടിന്റെ ചെവി പിടിച്ചിങ്ങ് പൊക്കി. സുമ്മ ഖാല, എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, അയ്യുക്കും യുഹിബ്ബു, നിങ്ങളിൽ ആരാണ് ഇഷ്ടപ്പെടുക? ആരാണ് ഇഷ്ടപ്പെടുക? അയ്യകൂന ഹാദാ ലഹു ബിദിർഹമിൻ, ഒരു ദിർഹമിന് പകരം ഈ സാധനം എനിക്ക് കിട്ടിയാൽ തരക്കേടില്ലെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ എന്ന് ചോദിച്ചു. ഒരു ദിർഹം, ആ ഒരു ദിർഹം എന്നതിനെ നമുക്കൊരു വകഭേദം വരുത്തിയിട്ട് ഒരു 10 രൂപ എന്നാക്കാം. ഒരു 10 രൂപ അങ്ങ് തന്നാൽ ഈ ആട്ടിൻകുട്ടിയെ കിട്ടുമെങ്കിൽ കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ എന്ന് ചോദിച്ചു. ഫഖാലു, മഹാന്മാരായ സഹാബത്തൊക്കെയും പറഞ്ഞു, മാനുഹിബ്ബു, ഞങ്ങളൊരാളും ഇഷ്ടപ്പെടുന്നില്ല, അന്നഹൂലനാ, എന്തെങ്കിലും ഒന്ന് തന്നിട്ട് ഇതിനെ സ്വന്തമാക്കണം എന്ന് ഞങ്ങളാരും ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല വമാ നസ്നഉ ബിഹി, ഞങ്ങൾ ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാനാണ് നബിയേ? ഈ ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഒരുത്തനും വേണ്ടാന്ന് എല്ലാവരും തീർത്തു പറഞ്ഞപ്പോ അവിടുന്ന് ചോദ്യത്തിന്റെ ശൈലി ഒന്ന് മാറ്റി. ചോദ്യത്തിന്റെ ശൈലി മാറ്റിയിട്ട് ചോദിച്ചു, എന്നാൽ അതുഹിബ്ബൂന അന്നഹു ലക്കും, ഒരു ദിർഹമും ഒരു മുക്കാലും നിങ്ങൾ എനിക്ക് തരണ്ട, ഇത് നിങ്ങൾക്ക് കിട്ടിയാൽ തരക്കേടില്ലെന്ന് തോന്നുന്ന ആരെങ്കിലുമുണ്ടോ? വെറുതെ കിട്ടിയാൽ കൊണ്ടുപോകാമെന്ന് തോന്നുന്ന ആരെങ്കിലുമുണ്ടോ? ഖാലു, അപ്പോഴും അവര് പറഞ്ഞു, വല്ലാഹി, പടച്ച റബ്ബാണേ സത്യം, ലൗകാന ഹയ്യാ,
അതിന് ജീവനുണ്ടെന്ന് തന്നെ വിചാരിക്ക് നബിയേ. കാന ഐബാ, അതൊരു ഐബുള്ളതാണല്ലോ, അതൊരു പോരായ്മയുള്ളതാണ്. കാരണം ഇന്നഹു അസഖു, അത് ചെവി മുറിഞ്ഞു പോയ ആടാണ്. ഫകൈഫ വഹുവ മയ്യിത്തുൻ, എങ്കിൽ പിന്നെ അത് ചത്ത് കിടക്കുമ്പോ, മയ്യിത്തായി കിടക്കുമ്പോ ഞങ്ങൾക്കാർക്ക് വേണം? ഫഖാല, ആർക്കും വേണ്ടെന്ന് തീർത്തു പറഞ്ഞപ്പോ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, എന്നാൽ കേട്ടോളണേ, ഒരു ചത്ത ആട്ടിൻകുട്ടിയെ ലേലം വിളിക്കലല്ല എന്റെ ദൗത്യം, ആട്ടിൻകുട്ടിക്ക് മാർക്കറ്റ് ഉണ്ടാക്കലുമല്ല എന്റെ ദൗത്യം. ഞാനൊരു കാര്യം പറയാനാണ് നിങ്ങളോട് ഈ ആട്ടിൻകുട്ടിക്ക് വില പേശിയത്. എന്നിട്ട് അവിടെന്ന് പറഞ്ഞു, ലദ്ദുന്യാ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും. ലദ്ദുന്യാ, നിങ്ങൾ വല്ലയിക്കയാവില്ലേ? അതിനു വേണ്ടിയല്ലേ നിങ്ങൾ അധ്വാനിച്ചത്? അതിനു വേണ്ടിയല്ലേ ബാപ്പയെ മറന്നത്? അതിനു വേണ്ടിയല്ലേ ദീന് കൈവടിഞ്ഞത്? ഇങ്ങനെ നിങ്ങൾ വാരിപ്പിടിക്കുന്ന ദുനിയാവ് അഹ്വനു അലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ വളരെ വളരെ നിസാരമാണ്. മിൻ ഹാദാ അലൈക്കും, ഈ ആട്ടിൻകുട്ടി നിങ്ങൾക്ക് എത്ര നിസാരമാണോ ഇതിലും നിസാരമാണ് ഈ ദുനിയാവും ഇതിലുള്ള സർവ്വ വസ്തുക്കളുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതങ്ങ് ഉൾക്കൊണ്ടപ്പോഴാണല്ലോ അവർ ജീവിതം മറന്നുപോയത്. ഇത് ഉൾക്കൊണ്ടപ്പോഴാണല്ലോ അവർക്ക് സ്വന്തം കുടുംബം മറന്നുപോയത്. കൊണ്ടുവച്ച ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് വരെ ഒരു മണി തൊടാതെ അവരിറങ്ങി നടന്നു പോയതൊക്കെയും ഈ ഒരു ചിന്ത അവർക്ക് കടന്നു വന്നപ്പോഴാണല്ലോ. കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് വരെ കഴിക്കാതെ ഇറങ്ങിപ്പോയില്ലേ മഹാന്മാർ. സഹീഹുൽ ബുഖാരി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ ഒരു ചിന്തയിലേക്ക് അവർ മാറി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് ഉത്തിയ ബിത്വആമിൻ, ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു, കഴിക്കാനുള്ള ഭക്ഷണം വന്നു. വകാന സ്വാഇമ, മഹാനവർകൾക്ക് നോമ്പാണ്. നോമ്പുകാരന് കൊണ്ടുവെക്കുന്ന ഭക്ഷണം നോമ്പുറക്കാനുള്ള ഭക്ഷണമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും ആർത്തിയോടുകൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമാണ്. എന്ന് മാത്രമല്ല, നമ്മളെപ്പോലെ നോമ്പ് നോറ്റ ആളല്ലല്ലോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അത്താഴ സമയത്ത് പച്ചവെള്ളവും കാരക്കയും തിന്ന് നോമ്പ് നോറ്റിട്ട് കൂലിവേല ചെയ്ത് ജീവിച്ച മഹാനാണല്ലോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ആ മഹാനാണ് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരപ്പെട്ടത്. ആർത്തിയോടെ തിന്നുന്നതിന് പകരം സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഫഖാല, മഹാനവർകൾ ഈ ഭക്ഷണവും മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറും മിന്നീ. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ മഹാൻ പറയാ, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ, മുസ്അബ് ഇബ്നു ഉമൈർ ഷഹീദായിപ്പോയല്ലോ. വഹുവ ഖൈറും മിന്നീ, അദ്ദേഹം എന്നേക്കാൾ ഖൈറായ ആളാണല്ലോ. ഈ ഭക്ഷണവും മുസ്അബ് ഇബ്നു ഉമൈറും തമ്മിൽ എന്താണ് കൂട്ടരെ ബന്ധം? ഒരു ബന്ധവുമില്ലല്ലോ. മദീനത്ത് അറിയപ്പെട്ട മേക്കറായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ. മക്കത്ത് അറിയപ്പെട്ട ഫുഡുണ്ടാക്കുന്ന ആളായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ അല്ലല്ലോ. നമ്മൾ ചിലപ്പോ ഭക്ഷണത്തളികയുടെ മുന്നിലിരുന്നിട്ട് ചിലപ്പോ പറയും അയക്കൂറക്കൊക്കെ എന്താ വില എന്ന് പറഞ്ഞാൽ അതും ഈ ഭക്ഷണവും തമ്മിൽ ഒരു ടച്ചുണ്ട്. എന്നാൽ മുസ്അബ് ഉമൈറും ഈ ഭക്ഷണവും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല. മറിച്ച് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞുപോയി, ആ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങൾ ഷഹീദായി. വഹുവ ഖൈറും മിന്നീ, അദ്ദേഹം എന്നേക്കാൾ ഖൈറായ ആളാണ്. എന്നിട്ടോ ഫലം യൂജദ് ലഹു മാ യുകഫനു ഫീഹി, ഫലം യൂജദ് ലഹു, ആ മഹാന് വേണ്ടി കിട്ടിയില്ലല്ലോ, നമ്മൾക്ക് ലഭിച്ചില്ലല്ലോ, മായു കഫനു ഫീഹി, കഫൻ ചെയ്യാനുള്ള ഒരു തുണി കിട്ടിയില്ലല്ലോ. ഇതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ വേദനിപ്പിച്ചത്. മക്കയിലെ അറിയപ്പെട്ട പണക്കാരനായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ. ചരിത്രത്തിൽ കാണാം, മുസ്അബ് രാവിലെ കുളിച്ച് വസ്ത്രം മാറുമ്പോ മുസ്അബിന്റെ ഉമ്മ പൂശിക്കൊടുക്കുന്ന സുഗന്ധത്തിന്റെ അത്തറിന്റെ വാസന വലിച്ചു കയറ്റാൻ മക്കൾ വന്ന് കാത്തു നിൽക്കുമായിരുന്നു മുസ്അബിന്റെ വീട്ടുമുറ്റത്ത്. അത്ര വലിയ മഹാനാണ്.
ഒക്കെ ദീനിനു വേണ്ടി സമർപ്പിച്ചു. അബൂ സുഹൈൽ ദഅവത്തിന് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോ റസൂലുള്ളാനെ കാണാനുള്ള കൊതിമൂത്തിട്ട് മദീനത്ത് വന്നപ്പോഴാണ് ഉഹദിൽ പോവാനുള്ള വിളി വന്നത്. ആ മഹാൻ ഉഹദിൽ പിടഞ്ഞങ്ങ് ഷഹീദായിപ്പോയി. അങ്ങനെ ഷഹീദായപ്പോ ഫലം യൂജദ് ലഹു അന ലഭിച്ചില്ല യുകഫനി. കഫൻ ചെയ്യാനുള്ള 3 കഷ്ണം തുണിയല്ല, ഒരു തുണി, ശരീരം മുഴുവനും മറക്കുന്ന ഒരു തുണി കിട്ടിയില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, നീല സാരിക്ക് നീലവള, ചുവന്ന സാരിക്ക് ചുവന്ന കമ്മൽ, പച്ച ചുരിദാറിന് പച്ച ചെരുപ്പ്, എല്ലാം സെറ്റൊപ്പിച്ച് ധരിക്കുന്ന പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, എനിക്കും നിനക്കും എത്ര കുപ്പായമുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വീട്ടിൽ പോയിട്ട് എണ്ണി നോക്കാതെ മറുപടി പറയാൻ സാധിക്കുന്ന എത്ര ആളുണ്ടിവിടെ. എന്നാൽ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയായ മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളെ പൊതിയാൻ വേണ്ടി തുണി അന്വേഷിച്ചപ്പോ ശരീരം മുഴുവനും മറക്കുന്ന ഒരു കഷ്ണം തുണി കിട്ടിയില്ല. ഇത് സ്വഹീഹുൽ ബുഖാരിയുടെ 1275 ഉദ്ധരണിയാണ്. പൊതിയാനുള്ള തുണി കിട്ടിയില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു കമ്പിളിയുടെ കഷ്ണമാണ്. അതിന്റെ അവസ്ഥയോ ഇൻ ഉത്തിയ ബിഹാർ സുഹു, അതുകൊണ്ട് മൂന്നാൽ ബദത്തിരിജിലാഹു, 2 കാലും പുറത്താണ്. ചില സഹാബിമാർ ആ തുണി വലിച്ചിട്ട് തലയുടെ ഭാഗത്തിടും, തലഭാഗത്തിടുമ്പോ കാല് പുറത്താണ്. ഇനിയോ കാലിന്റെ ഭാഗത്തിട്ടാലോ ബദാർ സുഹു, തലയും പുറത്താണല്ലോ. അപ്പോഴാണല്ലോ അവർ പരാതി പറഞ്ഞത്, നബിയെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുത്തത് ഈ ഒരൊറ്റ തുണി കൊണ്ട് നിങ്ങൾ കാലിന്റെ ഭാഗമങ്ങ് മറച്ചേക്കുക. എന്നിട്ട് അവിടെ നിന്ന് ചൂണ്ടി അങ്ങ് കാണിച്ചു കൊടുത്തു. എന്താ കാണിച്ചു കൊടുത്തത്? നല്ല നീളമുള്ള ചണപ്പുല്ല് കണ്ടില്ലേ നിങ്ങൾ? ആ ചണപ്പുല്ല് വെട്ടിക്കൊണ്ടുവന്നിട്ട് എന്റെ മുസബിന്റെ കാൽഭാഗത്ത് വരിഞ്ഞ് കെട്ടിയിട്ട് ഖബറടക്കിക്കോ. അങ്ങനെയും കിടക്കുന്നുണ്ട് കൂട്ടരെ. ഒരു വലിയ മഹാൻ ഖബറിൽ തലഭാഗത്ത് കീറിപ്പറിഞ്ഞ കമ്പിളി കഷ്ണവും കാൽഭാഗത്ത് ചണപ്പുല്ലും കെട്ടിയിട്ട് കിടക്കുന്നുണ്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു. ഈ കഥ നോമ്പ് തുറയുടെ ഭക്ഷണവും മുന്നിൽ വെച്ചിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞത്. ആളുകൾ പറഞ്ഞു ഭക്ഷണം കഴിക്ക്, പക്ഷേ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. മഹാനവറുകൾ പറയാൻ തുടങ്ങി, ഖദ് ഖശീനാ അൻ തകൂനാ ഉജ്ജിലത് ലനാ. നമ്മൾ പേടിക്കണ്ടേ? നമ്മൾ ചെയ്യുന്ന അമലിന്റെ കൂലി ഈ ദുനിയാവിൽ തന്നെ കിട്ടിപ്പോകുമോ എന്ന് പേടിയാകുന്നു. ഈ ഉണക്ക റൊട്ടി തിന്നിട്ട് ഞാനങ്ങ് നോമ്പ് തുറക്കുമ്പോഴേക്ക് എന്റെ നോമ്പിന്റെ കൂലി ദുനിയാവിൽ തന്നെ കിട്ടിപ്പോകുമോ എന്നാണ് എന്നും പറഞ്ഞിട്ട് സുമ്മ ജഅല യബ്കീ, മഹാനവറുകൾ കരയാൻ തുടങ്ങി. ഏതുവരെ കരഞ്ഞു എന്നറിയോ? ഹത്താ തറക്കത്വ, ഭക്ഷണം ഉപേക്ഷിക്കുന്നത് വരെ കരഞ്ഞു. ഇന്നെനിക്ക് ഭക്ഷണം വേണ്ട മക്കളെ എന്ന് പറഞ്ഞയുടെ തലയിൽ നിന്ന് സുപ്പറയിൽ നിന്ന് ഇറങ്ങി നടന്ന മഹാനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. എന്തുകൊണ്ടാണ് അവർക്കിതിന് സാധിച്ചത്? അവർ മനസ്സിലാക്കിയ സത്യം വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ഇതാണ് അവർ മനസ്സിലാക്കിയ പരമാർത്ഥം. ഈ പരമാർത്ഥം അംഗീകരിച്ചപ്പോ അവർക്ക് ഉറങ്ങണമെന്ന് തോന്നിയില്ല. അപ്പോഴാണല്ലോ നലവേറും ഐഷാത്തോ ളുതോരോതുവാലെ 40 സുബ്ഹി തൊഴുതോവർ ഒരു കാമൽ നിന്നീട്ടോ രുഹാത്തും തീർത്തോവർ ഒരു ചൽ മുതലായി വാണ്ട് കാത്തോവർ. റസൂലുള്ളാഹിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അപ്പോഴാണ്. ഒരു കാലിൽ നിന്ന് ഒരു ഖത്മോദി എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാവുന്ന മാന മറ്റേ കാല് നിലത്തില്ലെന്ന് നമുക്കറിയാലോ. റസൂലുള്ളാഹിന് ഓർമ്മ വന്നില്ല. എന്തുകൊണ്ട്? വൽആതു ഖൈറുൻ വ അബ്ഖാ.
ഇശാ നമസ്കരിച്ച വദു കൊണ്ട് 40 കൊല്ലം സുബഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ മഅന ഈ 2 നിസ്കാരങ്ങൾക്കിടയിലും 40 ദിവസമല്ല 400 ദിവസവുമല്ല 40 കൊല്ലം ഗൗസുൽ ആദം കിടന്നുറങ്ങിയിട്ടില്ലെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. എന്തുകൊണ്ട് ഈ ഒരു തത്വം അങ്ങ് ഉൾക്കൊള്ളുമ്പോഴേക്ക് മനുഷ്യന് വന്ന മാറ്റമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ലക്ഷ്യം ആ ഒരു പാരത്രിക ലോകമാണ്. പക്ഷേ ദുനിയാവിന് വേണ്ടി മനുഷ്യനങ്ങ് അധ്വാനിക്കുമ്പോ അവൻ ഇതങ്ങ് മറന്നു പോവുകയാണ്. വയസ്സുവരെ മനുഷ്യന് പ്രശ്നമല്ലല്ലോ, ദുനിയാവിന്റെ കാര്യത്തിനാവുമ്പോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ലാ യസാലു ഖൽബുൽ കബീരി ശാബ്ബൻ. ലാ യസാലു ഖൽബുൽ കബീർ, ഒരു പടുവൃദ്ധന്റെ ഹൃദയമായിത്തീരും. ശാബ്ബൻ, ഒരു യുവാവിന്റെ ഹൃദയമായിത്തീരും. എല്ലാ വിഷയത്തിലും അയാളുടെ വയസ്സാണ്. എന്തേ പള്ളിയിൽ വരാത്തത്? വയസ്സായില്ലേ. എന്തേ വയലിന് വരാത്തത്? ഇനി ഞങ്ങളൊക്കെ എന്ത് പഠിക്കാനാണ്? എന്തേ അവിടെ കണ്ടില്ല മുട്ടുവേദന, ഇവിടെ കാണാത്തതിന്റെ കാരണം ഊരവേദന? അയാൾക്ക് വയസ്സിന്റെ പ്രശ്നങ്ങളാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഫിസ്നതൈൻ, 2 ആൾക്ക് അയാളുടെ വയസ്സ് പ്രശ്നമല്ല. പള്ളിയിൽ പോകുമ്പോ വയസ്സ് 80 ദിക്റിന് പോകുമ്പോ വയസ്സ് 90. എന്നാൽ 2 കാര്യത്തിൽ അയാൾക്ക് ഇന്നും വയസ്സ് 25. ഏതൊക്കെയാണ് 2 കാര്യങ്ങൾ? ഒന്ന്, ഫീ ഹുബ്ബിദ്ദുന്യാ, ദുനിയാവിനോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ അയാൾക്ക് ഇന്നും വയസ്സ് 20. വല്യമ്മാക്ക് വയസ്സ് 90. പക്ഷേ അലിക്കത്തിന്റെ പാറ്റ ഒരെണ്ണം തെറിച്ചുപോയാൽ ഉമ്മാന്റെ സ്വഭാവം ഇങ്ങ് മാറും. അപ്പൊ തുടങ്ങും അതൊന്ന് ശരിയായി കിട്ടുന്നത് വരെ. എന്തുകൊണ്ട്? ഇത് വിഷയം ദുനിയാവാണ്. ഇത് വിഷയം ദുനിയാവാണ്. ഫീ ഹുബ്ബിദ്ദുന്യാ, ദുനിയാവിനോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ മനുഷ്യന്റെ ഖൽബിന് വയസ്സാവുന്നില്ല. 1. 2, വത്തൂലിൽ അമൽ, നീണ്ട സ്വപ്നങ്ങൾ. ചെറിയ സ്വപ്നങ്ങളൊന്നുമല്ല, മനുഷ്യർ കാണുന്ന നീണ്ട സ്വപ്നങ്ങൾ. ഒരറ്റാക്ക് കഴിഞ്ഞു, 2ാമത്തെ അറ്റാക്കും കഴിഞ്ഞു, 3ാമത്തെ അറ്റാക്കിന് ഐസിയുവിൽ കിടക്കുമ്പോ അയാളെ കാണാൻ അയാൾ പറഞ്ഞത്, തുടങ്ങി വെച്ച വീടിന്റെ പണിയൊന്ന് തീർന്നിട്ട് ഒരു 2 ദിവസമെങ്കിലും അതിലൊന്ന് താമസിച്ചിട്ട് മരിച്ചാൽ മതിയായിരുന്നു. അപ്പോഴും അയാളുടെ പ്രതീക്ഷ അയാളുടെ കൊട്ടാരമാണ്, അയാളുടെ മാളികയാണ്. വയസ്സ് 90 പക്ഷേ രാവിലെ സർവ്വ ദിവസങ്ങളിലും കണ്ണാടിയുടെ മുന്നിൽ അയാൾ കളറ് പൂശിയത് എനിക്ക് മരിക്കാനായിട്ടില്ലെന്ന് 4 ആളുടെ മുന്നിൽ തെളിയിക്കണം എന്ന ധാരണ കൊണ്ടാണ്. അയാൾക്ക് സമ്മതിക്കാൻ സാധിക്കില്ല. എനിക്കിപ്പോ വയസ്സ് 80 എന്ന് അയാൾക്ക് സമ്മതിക്കാൻ താല്പര്യമില്ല. അയാൾ ഏറ്റവും വെറുക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് എത്ര വയസ്സായി കാരണോരെ എന്ന ചോദ്യത്തെക്കാൾ വെറുക്കുന്ന ഒരു ചോദ്യം അയാൾക്ക് ജീവിതത്തിലില്ല. എന്തുകൊണ്ട്? ദുനിയാവിനോടുള്ള താല്പര്യമാണ്. അതാ റസൂലുള്ള പറഞ്ഞത്, 2 കാര്യത്തിൽ അയാൾക്ക് ഇന്നും വയസ്സ് 17. ഫീ ഹുബ്ബിദ്ദുന്യാ, ദുനിയാവിനോടുള്ള സ്നേഹത്തിൽ, വതൂലിൽ അമൽ, നീണ്ട സ്വപ്നങ്ങൾ. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾക്ക് പറയപ്പെട്ടതുപോലെ വഅലായ വഅലുകളിൽ മുഴുവനും പറയപ്പെട്ടതുപോലെ നമ്മുടെ ലക്ഷ്യം ഈ ഭൗതിക ലോകമല്ല. ഇവിടെ നിന്ന് പോവാതെ ഒരു നിവൃത്തിയും നമ്മൾക്കൊട്ടില്ലതാനും, ഒരു നിവൃത്തിയുമില്ല. വളരെ ചുരുങ്ങിയാൽ ആ തിരിച്ചു പോക്കൊന്ന് ഗംഭീരമാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. തിരിച്ചു വന്ന് ഗംഭീരമാക്കണം. നല്ല ഒരു യാത്ര നമ്മൾക്ക് ഇവിടെ നിന്ന് പോവണം. അത് പോവാതെ നമ്മൾക്ക് നിവൃത്തിയില്ല. അള്ളാഹുവിന്റെ മഹാന്മാരായ ആളുകൾ വരെ അള്ളാഹുവിനോട് താണുകയാണ് പറഞ്ഞത്, ആ തിരിച്ചുപോക്കൊന്ന് നന്നാക്കി തരണമെന്നാണ്, ആ തിരിച്ചുപോക്ക് ഭംഗിയാവണമെന്നാണ്. സൂറത്ത് യൂസുഫിലെ 101-ാമത്തെ ആയത്തോതാറുള്ളതാണ് സർവ്വ വഅലുകളിലും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ഒരു നബി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നബി പിഴച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് പോകുന്നു നമ്മൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു നബിയുടെ തൗഹീദിൽ വെള്ളം ചേർന്നു പോകുമെന്ന് നമ്മൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പക്ഷേ ഒരു നബിയും അല്ലാഹുവിനോട് പറഞ്ഞത്, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്,
ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ഗൗരവം നമ്മളൊന്ന് ആലോചിക്ക്. തവഫനി മുസ്ലിമാ വ അൽഹിഖ്നി, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. ഇത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മാത്രം പ്രാർത്ഥനയല്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞതും ഇതാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞതും ഇതാണ്. എല്ലാരും പറഞ്ഞത് ഇത് തന്നെ. ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 132-ാമത്തെ ആയത്ത് വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബു യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി തന്റെ മക്കളോട് പറഞ്ഞതും ബിഹാ, ഈ ഇസ്ലാം മുറുകെ പിടിക്കാനാണ്. യാക്കൂബ് നബി എന്റെ കുഞ്ഞുമക്കളെ, എന്റെ പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, അല്ലാഹു തആല നിങ്ങൾക്കൊരു ദീന് തെരഞ്ഞെടുത്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങളിൽ ഒരാൾ പോലും മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. കാര്യം വളരെ ഗൗരവമാണ്. അവസാനം മോശമായി പോയാൽ, ആഖിബത്ത് മോശമായി പോയാൽ പിന്നെ എന്തുണ്ട് കാര്യം? അതുകൊണ്ട് നല്ല ഒരു തിരിച്ചുപോക്ക്, അതിനുള്ള അധ്വാനമാണ് മനുഷ്യനിവിടെ നടത്തേണ്ടത്. മനുഷ്യന് കടന്നു ചെല്ലാനുള്ള വളരെ പ്രധാനപ്പെട്ട 2 കടമ്പകൾ, ഒന്ന് അൽ മൗത്ത്, മറ്റൊന്ന് അൽ ഖബർ. ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഹദീസിന്റെയും ഖുർആന്റെയും വെളിച്ചത്തിൽ ഞാൻ പറയാം. മരണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് വഅദ് കേട്ടതാണ്. ആ മരണവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള വിഷയങ്ങളല്ല ഞാൻ പറയുന്നത്. ആ തിരിച്ചുപോക്കൊന്ന് നല്ലതാക്കാൻ ചില ചിന്തകളാണ് ഞാൻ ഇനി സൂചിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി 2 മരണങ്ങളാണ് നമ്മൾക്ക് പഠിപ്പിക്കുന്നത്. ഒന്ന് ഒരു നല്ല മരണം, മറ്റൊന്ന് വളരെ ദുഷ്ടമരണം. മരണം നിരവധി ആയത്തുകൾ കാണാം പരിശുദ്ധ ഖുർആനിൽ. ഒരൊറ്റ ആയത്ത് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സൂറത്തുൽ അംഫാലിലെ 50-ാമത്തെ ആയത്ത് ഒരു ചീത്ത മരണത്തെ ഖുർആൻ വരച്ചു കാണിക്കുന്നു. എങ്ങനെയായിരിക്കും ഒരു തെമ്മാടിയുടെ പതനം, ഒരഹങ്കാരിയുടെ പതനം എങ്ങനെയാണ്? വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹ فهم وأدبارهم وذوقوا عذاب الحريق. ولو ترى നബിയെ അങ്ങ് കണ്ടാൽ, ഇത് യതവഫ മരിപ്പിക്കുന്ന രംഗം കണ്ടാൽ, ആരെ മരിപ്പിക്കുന്ന രംഗം? അല്ലദീന കഫറൂ, കുഫർ സംഭവിച്ച ആളുകളെ. ഒരു മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണല്ലോ കുഫർ. ആ കുഫർ സംഭവിക്കുന്ന ആളുകളെ മരിപ്പിക്കുന്ന രംഗമെങ്ങാനും കണ്ടാൽ, അൽ മലായികു, അല്ലാഹുവിന്റെ മലക്കുകൾ, യദ്രിബൂൻ, അവർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് വുജൂഹഹും വ അദ്ബാറഹും, ഈ ചാവാൻ കിടക്കുന്ന മനുഷ്യന്റെ മുൻഭാഗത്തും അവരുടെ പിൻഭാഗത്തും മലക്കുകൾ വന്നങ്ങടിക്കാൻ തുടങ്ങിയാൽ, ആ രംഗമെങ്ങാനും കണ്ടാൽ എങ്ങനുണ്ടാവും നബിയേ? ആരാണടിക്കുന്നത്? മലക്കുകളാണ്. ഇവിടെ യദ്രിബൂൻ, മുന്നിലും പിന്നിലും അടിക്കുമെന്നാണ് ഈ ആയത്തിലുള്ളത്. വേറൊരായത്ത് നമ്മൾക്ക് കാണാം സൂറത്തുൽ അൻആമിലെ 93-ാമത്തെ ആയത്ത്. അവിടെ ഖുർആൻ പറയുന്നത് വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വെപ്രാളത്തിൽ അക്രമികളായ ആളുകളെ കണ്ടാൽ, വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ ഇങ്ങനെ ഓങ്ങിപ്പിടിച്ച രംഗമെങ്ങാനും കണ്ടാൽ എന്തായിരിക്കും ആ രംഗം? കാണാൻ സാധ്യമല്ല എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം. ഇവിടെ
മലക്കുകൾ മുന്നിലും പിന്നിലും അടിക്കുമെന്നാണ് ഖുർആനിലുള്ളത്. എന്നാൽ ആ അടി പലപ്പോഴും കാണാനുള്ള കഴിവ് നമ്മൾക്കില്ലല്ലോ, നമ്മൾ കാണാറില്ല. ഇവിടെ ഈ അടി നമ്മൾ കണ്ടില്ലെങ്കിലും ചില ഘട്ടങ്ങളിൽ അടി കണ്ടതിന് ഉദാഹരണം തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം. മുന്നിലും പിറകിലൊക്കെ മലക്കുകൾ അടിച്ചതിന് ഉദാഹരണം കാണാം. നോക്കു നിങ്ങൾ, സൂറത്തുൽ അംഫാലിലെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ തന്റെ തഫ്സീറിൽ ഒരു ഉദാഹരണം പറയുന്നു. ബദറിലാണ് സംഭവം. ജബലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി റഅയ്തു ബിളഹരി അബീ ജഹലിൻ മിസ്ല ശിറാഖ്. അബൂജഹലിന്റെ ശവവും കണ്ടിട്ട് ഒരു സഹാബി വന്നിട്ട് പറയാ, ഇന്നി റഅയ്തു, ഞാൻ കണ്ടല്ല നബിയേ, ബിളഹരി അബീ ജഹലിൻ, അബൂജഹലിന്റെ മുതുകത്ത് ഞാൻ കണ്ടല്ലോ, അവന്റെ മുതുകിൽ ഞാൻ കണ്ടല്ലോ, മിസ്ല ശിറാഖ്, ചെരുപ്പിന്റെ വാറ് പതിഞ്ഞ പോലെ ഒരു കല, ചെരുപ്പിന്റെ കല പോലെ ഒരു കല അബൂജഹലിന്റെ മുതുകിൽ ഞാൻ കണ്ടല്ലോ. ഫമാദാക യാ റസൂലല്ലാഹ്, എന്തിന്റെ കലയാണത്? ഇത് ചോദിച്ചപ്പോ കാല അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ദർബുൽ മലായികത്തി, അത് മലക്കുകളുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലാണ്, മലക്കുകളെടുന്ന് കിട്ടിയ അടിയുടെ കലയാണ് അബൂജഹലിന്റെ മുതുകിൽ കണ്ട കലയെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഇബ്നു തങ്ങൾ പറയുന്നു, വ ഇൻ കാന സബബുഹു വഖഅത ബദരിൻ, അബൂജഹലിന് തല്ല് കിട്ടാനുള്ള കാരണം ബദർ യുദ്ധമാണ്. എന്നാൽ ബദറിൽ മലക്കുകൾ വന്നതിന് തെളിവുണ്ടല്ലോ, അത് ബദറിൽ മാത്രമാണെന്നൊരുത്തനും തോന്നണ്ട. വലാകിന്നഹു കുല്ലി കാഫിരിൻ, ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ കാഫിറിനും ഈ അടി ബാധകമാണെന്ന് ഇബ്നു കസീർ തങ്ങളുടെ തഫ്സീറിൽ കാണാം. അപ്പൊ ഇവിടെ അടി കിട്ടിയതിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇനിയോ ഉസ്താദുമാരില്ലേ, ഇവിടെ വറബ എന്ന പദത്തിന് അടിക്കുക എന്ന് മാത്രമല്ലല്ലോ അർത്ഥം. ലർബും ബിൽ അസ എന്ന് പറഞ്ഞ വടി കൊണ്ടുള്ള അടി, ഇനിയോ അതാ വാളുകൊണ്ട് വെട്ടുക എന്നാണ്. ലർബും ബിർ റുംഹ്, കുന്തം കൊണ്ട് വെട്ടുക എന്നല്ല, കുന്തം കൊണ്ട് കുത്തുക എന്നാണ്. ഒക്കെയും ലറബ പറയാം. വാളുകൊണ്ട് വെട്ടിയതിന് ഉദാഹരണം വേണോ നിങ്ങൾക്ക്? ഇതേ ബദറിൽ തന്നെ ഒരു സംഭവം കാണാം. സൂറത്തുൽ അംഫാലിലെ 50-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ത്വബരിയുടെ തഫ്സീറിൽ ഒരു ഉദാഹരണം കാണാം. ഒരു സഹാബി വന്നിട്ട് പറയുന്നു, നബിയെ, ഇന്നി ഹമൽതു അലാ റജുലിൻ മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരുത്തന്റെ പിറകെ തന്നെ ഞാൻ കൂടി, അവസാനം എനിക്കൊരു ചാൻസ് കിട്ടി, അവനെ ശരിപ്പെടുത്താൻ എനിക്കൊരു ചാൻസ് കിട്ടി. ഫദഹബതു ലിഅദ്രിബഹു, ഞാൻ അവനെ വെട്ടാൻ വേണ്ടി എന്റെ വാളിങ്ങുയർത്തി നബിയെ, പക്ഷേ ഞാൻ അവനെ വെട്ടുന്നതിന് മുന്നേ ഫനദറ റഅ്സുഹു, ഞാൻ അവനെ വെട്ടി അതിന് മുന്നേ ഫനദറ, നദറ എന്ന പദത്തിനർത്ഥം സഖത എന്നാണ്. ഫനദറ റഅ്സുഹു, സഖത റഅ്സുഹു, അവന്റെ തല ഉരുണ്ടിങ്ങ് വീണു നബിയെ. ഞാൻ അവനെ വെട്ടിയിട്ടൊന്നുമില്ല, അതിനു മുന്നേ അവന്റെ തല ഉരുണ്ടിങ്ങ് വീണു നബിയെ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ടിട്ട് റസൂലുള്ള പറഞ്ഞു, സബഖക ഇലൈഹിൽ മലക്കു, എന്റെ കാര്യത്തിൽ മലക്ക് നിന്നെ പിറകിലാക്കിയല്ലോ, മലക്ക് നിന്നെ ഓവർടേക്ക് ചെയ്തല്ലോ മോനെ. നീ വെട്ടുന്നതിന്റെ ഒരു സെക്കൻഡ് മുന്നേ മലക്കൊരു വെട്ടങ്ങ് കൊടുത്തതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചീത്ത മരണത്തിന്റെ 2 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് തങ്ങളുടെ മുസ്നദിൽ ദീർഘമായ ഹദീസുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഇപ്പൊ ചീത്ത മരണം അള്ളാഹുവിന്റെ ഖുർആൻ പല സ്ഥലത്തും അത് പറയുന്നുണ്ട്. ഒടുക്കത്തെ പടയലങ്ങ് പടഞ്ഞാൽ ഒടുക്കത്തിൽ പിന്നെ അതാണ് സാധിക്കുക. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വظن അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ്.
പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഒരു നാടിനെ, ഒരു നാൽക്കാലിയെ നമ്മൾ അറുത്താൽ ആ മൃഗയം പടക്കും. എന്നാൽ അവസാനത്തെ ഒരു പടയലുണ്ടതിന്. അറുക്കുന്ന പണിയെടുക്കുന്ന ആളുകൾക്കറിയാം, ഒരുവിന്റെ, ഒരു മിണ്ടാപ്രാണിയുടെ ഒടുക്കത്തെ പടയൽ എങ്ങനെയാണെന്നറിയോ? അതിന്റെ കാലുകൾ രണ്ടും ഇങ്ങനെ നിവർത്തിപ്പിടിക്കും. എന്നിട്ടോ ഒരു കാല് മറ്റേ കാലിന്റെ മേലെ വെച്ചിട്ടൊരൊരക്കലുണ്ട്. ആ പടയലും തീർന്നാൽ പിന്നെ അത് എണീക്കാറില്ലല്ലോ, പിന്നെ അത് മയ്യിത്താണല്ലോ. ഇതേപോലെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വൽ തഫത്തിസ്സാഖു ബിസ്സാഖ്, ഒരു കണങ്കാല് മറ്റേ കാലിന്റെ മേലെ വെച്ചങ്ങൊരച്ചുപോയി. ഇനി അവന്റെ കാര്യം തീർന്നല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് ചീത്ത മരണം. നമ്മൾക്ക് ഒരിക്കൽ പോലും അത് സങ്കല്പിക്കാൻ സാധ്യമല്ല. ഇരിക്കുന്ന എല്ലാവരും ഒരു നാൾ മയ്യിത്താണ്. മയ്യിത്തെന്ന് വിളിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരാൾ ലോകത്തുണ്ടോ കൂട്ടരെ? പ്രാസംഗികന്മാര് പറയാറുണ്ട്, ആമിന ബീവിയുടെ മുത്തുമോ, ഫാത്തിമ ബീവിയുടെ പൊന്നുപ്പേ, ആയിഷ ബീവിയുടെ ഭർത്താവിനെ അല്ലാഹു ഒരിടത്തു പോലും പേരെടുത്ത് വിളിച്ചിട്ടില്ലെന്ന് വായിലിങ്ങൾ പറയാറുണ്ട്. സത്യമാണോ പറഞ്ഞത്? സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഓതി നോക്കിയാൽ അല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഹബീബിനെ യാ മുഹമ്മദ് എന്ന് വിളിച്ചത് കാണാൻ കഴിയില്ല. ഒരിടത്ത് പോലും അങ്ങനെ വിളിച്ചില്ല. എന്നാൽ ആ റസൂലുള്ളാഹിയെയും അല്ലാഹു വിളിച്ച ഒരു പേര് പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തു സുമറിലെ 30-ാമത്തെ ആയത്ത്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. ഒരു നാള് നബിയെ അങ്ങും ഒരു മയ്യിത്താണ്, എല്ലാവരും മയ്യിത്തുകൾ. നിൽക്കുന്ന ഞാനും ഒരു മയ്യിത്ത്, ഇവിടെ ഇരിക്കുന്ന നിങ്ങളും മയ്യിത്ത്, കർട്ടന്റെ മറുപുറത്തിരിക്കുന്ന പെങ്ങന്മാരെ നിങ്ങളെല്ലാവരും മയ്യിത്തുകൾ തന്നെ. ഇപ്പൊ പോവാതെ തരമില്ല. അപ്പൊ പിന്നെ എങ്ങനെ പോവണം? നല്ല നിലയിൽ പോവണം. മഹാന്മാര് പോയതുപോലെ പോവണം. എങ്ങനെ മഹാന്മാര് പോയത്? ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് തങ്ങൾ തന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, ഇമാം അഹ്മദ് തങ്ങൾ തന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ഹാക്കിം തങ്ങൾ തന്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നു. وعن معاذ رضي الله عنه قال قال رسول الله صلى الله عليه وسلم من كان آخر كلامه لا إله إلا الله. ഒരുത്തന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലെത്തിക്കഴിഞ്ഞു. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിക്കുക. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും അതിന് സാധിക്കാത്ത സാഹചര്യം. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആർക്കെങ്കിലും മരണമായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം